inverse trigonometric functions inde കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ സെറ്റിൽ വരുന്നതാണ് sin inverse x plus cos inverse x equal to pi by 2 where x belongs to closed interval -1 1. ഈ പ്രോപ്പർട്ടി തെളിയിക്കാൻ വേണ്ടിയിട്ട് let us take y equal to sin inverse x. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് y നിർത്താൻ മതി. തൽക്കാലം sin inverse x ന് y നിർത്തും. This implies the inverse function മാറ്റി trigonometric equation ആക്കിയാൽ sin y equal to x. sin y equal to x. ഇനി ഇതിനെ നമുക്ക് സൈനും കോസും തമ്മിലാണ് നമുക്ക് കണക്ട് ചെയ്യുന്നത്. സോ x equal to sin y. ഈ sin y നെ ഇൻ ടേംസ് ഓഫ് കോസ് ആക്കാം. നമ്മൾ കഴിഞ്ഞാലും പഠിച്ച റിഡക്ഷൻ ഫോർമുല വെച്ച് നമുക്കറിയാം cos pi by 2 minus y is equal to sin y. ആ റിഡക്ഷൻ ഫോർമുല sin y ക്ക് പകരം ഇൻ ടേംസ് ഓഫ് കോസ് ആക്കി. ഇനി ഈ രണ്ട് ടേംസ് ശ്രദ്ധിക്കുക. അതിനെ വീണ്ടും ഇൻവേഴ്സ് ഫംഗ്ഷൻസിന്റെ പാറ്റേണിലാക്കിയാൽ നമുക്ക് കിട്ടും cos inverse x is equal to pi by 2 minus y. x എന്ന് പറയുന്നത് cos pi by 2 minus y യുടെ വാല്യൂ ആണെങ്കിൽ cos inverse of x ആണ് pi by 2 minus y. ഇനി ഇതില് y ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ ആദ്യമേ എടുത്തിട്ടുണ്ട് y is equal to sin inverse x. അപ്പൊ മൈനസ് y ക്ക് പകരം sin inverse x എന്ന് കൊടുത്തു. ഇപ്പൊ നമുക്ക് ഏകദേശം ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. sin inverse x നെ ഇങ്ങോട്ട് എടുക്കുക. സോ വി വിൽ ഗെറ്റ് sin inverse x plus cos inverse x equal to pi by 2. ഇതാണ് ഈ റിസൾട്ടിന്റെ പ്രൂഫ്. ഇനി ഈ ഒരു പാറ്റേണിൽ സൈനും കോസും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ നമുക്കറിയാം കൊസീക്കും സീക്കും തമ്മിൽ അതേ റിലേഷൻ ഉണ്ടായിരിക്കും. സോ ഇതേ പാറ്റേണിലുള്ള അടുത്ത റിസൾട്ടാണ് cosec inverse x plus sec inverse x equal to pi by 2. കൊസീക്കും സീക്കും ഇൻവേഴ്സസ് ഡിഫൈൻഡ് ആവണം. അപ്പൊ നമുക്കറിയാം അത് ഡിഫൈൻഡ് ആവുന്നത് mod x greater than or equal to 1 ആവുമ്പോഴാണ്. ഇതിന്റെ അർത്ഥം എക്സിന്റെ വാല്യൂസ് -1 താഴെ ആവണം, അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂസ് 1 മേലെ ആവണം. അപ്പോഴാണ് mod x greater than 1 ആവുക. x should be less than or equal to -1 or x greater than or equal to 1. ഈ ഒരു കണ്ടീഷന് പകരമാണ് നമ്മൾ അതിനെ ഈ രീതിയിൽ എഴുതുന്നത്. ഇനി ഇതേപോലെ ടാനും കോട്ടും തമ്മിലും റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് cot inverse x plus tan inverse x equal to pi by 2. ഈ രണ്ടും ഡിഫൈൻഡ് ആവുന്നത് x belongs to R എന്നാണ്. അപ്പൊ ഈ മൂന്ന് റിസൾട്ട് ഒരേ പാറ്റേണിലുള്ള മൂന്ന് റിസൾട്ടാണ്. അതിലൊന്നിന്റെ പ്രൂഫാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ രണ്ടിന്റെയും പ്രൂഫ് സ്വയം ചെയ്തു നോക്കാം. ഇതേ പാറ്റേണിൽ ചെയ്താൽ കിട്ടും. ഇനി അടുത്ത സെറ്റ് പ്രോപ്പർട്ടീസ് ആണ്. അതിൽ ആദ്യത്തത് tan inverse x plus tan inverse y is equal to tan inverse of x plus y by 1 minus xy if xy less than 1. xy less than 1 എന്നുള്ള കണ്ടീഷൻ ഉള്ള സമയത്ത് മാത്രമേ ഈ ഇക്വേഷൻ നിലനിൽക്കുകയുള്ളൂ. അപ്പൊ ഇതെങ്ങനെയാ തെളിയിക്കാന്ന് വെച്ചാൽ ഇതിന്റെ പ്രൂഫ് let us take theta equal to tan inverse x. ഇതിനൊരു ലെറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ phi is equal to tan inverse y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഈ രണ്ടിൽ നിന്ന് നമുക്ക് ഇൻവേഴ്സസ് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും tan theta equal to x എഴുതാം. അതുപോലെ ഇവിടെ tan phi is equal to y എന്ന് എഴുതാം. ഇത് രണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൽ നിന്നും ഈ രണ്ട് ഇക്വേഷൻസ് എടുത്തു. ഇനി നമ്മൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. tan theta plus phi യുടെ എക്സ്പാൻഷൻ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച ഫോമാണ്. റിസൾട്ട് ഈസ് tan theta plus tan phi divided by 1 minus tan theta into tan phi. കഴിഞ്ഞ കൊല്ലം പഠിച്ച റിസൾട്ടാണ്.
ഇനി ഇതില് ടാൻ തീറ്റയ്ക്കും ടാൻ ഫൈക്കും നമ്മുടെ ലെറ്റേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ കിട്ടുക? എക്സ് പ്ലസ് വൈ, എക്സ് ടാൻ തീറ്റയ്ക്ക് പകരം വൈ ടാൻ ഫൈക്ക് പകരം, ഡിവൈഡഡ് ബൈ 1 minus xy. So now look at this equation. Tan theta plus phi equal to x plus y by 1 minus xy. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് ഇൻവേഴ്സിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? തീറ്റ പ്ലസ് ഫൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ എന്ന് കിട്ടും. നമ്മുടെ റിസൾട്ട് ആയി കഴിഞ്ഞു. ഇനി എന്ത് വേണം? തീറ്റയ്ക്കും ഫൈക്കും പകരം അത് അതിന്റെ എക്സ്പ്രഷൻസ് കൊടുക്കാം. തീറ്റയ്ക്ക് പകരം ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ഫൈക്ക് പകരം ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ്. അപ്പൊ ഈ റിസൾട്ട് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, എക്സ് ഇൻറ്റു വൈയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ മാത്രമേ ഈ റിസൾട്ട് വാലിഡ് ആവുന്നുള്ളൂ. ഇനി ഇതിന് പാരലൽ ആയിട്ട് വേറൊരു റിസൾട്ട് കൂടി ഉണ്ട്. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ. അതേപോലെ തന്നെ നമുക്ക് കിട്ടും. ദ റിസൾട്ട് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ. പ്ലസ് മൈനസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ്. ഇവിടുത്തെ കണ്ടീഷൻ എക്സ് വൈ ഗ്രേറ്റർ ദാൻ -1. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഈ റിസൾട്ട് അപ്ലിക്കബിൾ ആവൂ. എങ്ങനെയാണ് ഈ റിസൾട്ട് തെളിയിക്കുക? നമ്മളിപ്പോ ചെയ്ത സെയിം പാറ്റേണിൽ തെളിയിക്കാം. ഇതിന് തീറ്റ, ഇതിന് ഫൈന് കൊടുത്ത് ടാൻ തീറ്റ മൈനസ് ഫൈയുടെ എക്സ്പാൻഷൻ ഉപയോഗിച്ച് ഇതിലേക്ക് എത്താം. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിന് പകരം നമുക്ക് വേറൊരു രീതിയിലും തെളിയിക്കാം. ഇത് ഈ ഒന്നാമത്തെ റിസൾട്ടില് വൈക്ക് പകരം മൈനസ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വൈക്ക് പകരം മൈനസ് വൈ കൊടുക്കുക. അപ്പൊ എങ്ങനെ കിട്ടാൻ നോക്കൂ. ഒന്നാമത്തെ റിസൾട്ടില് വൈക്ക് പകരം മൈനസ് വൈ കൊടുത്താൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് മൈനസ് തന്നെയാണ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു മൈനസ് വൈ. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പ്രോപ്പർട്ടീസിൽ വരുന്നുണ്ട് ടാൻ ഇൻവേഴ്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ. അതിവിടെ അപ്ലൈ ചെയ്താൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഇതിന് പകരം മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ യൂസ് യുവർ പ്രോപ്പർട്ടി ഈക്വൽ ടു ഈ സൈഡ് എന്തായി ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 1. ഈ 2 മൈനസും ചേർന്ന് പ്ലസ് ആവും 1 പ്ലസ് എക്സ് വൈ കിട്ടും. അപ്പൊ ഇങ്ങനെയും നമുക്ക് ആ രണ്ടാമത്തെ റിസൾട്ട് പ്രൂവ് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇതേ പാറ്റേണിൽ ഒരു റിസൾട്ട് കൂടി ഉണ്ട്. ദാറ്റ് ഈസ് 2 tan inverse x equal to tan inverse 2x by 1 minus x square, and this is valid if mod x less than or equal to 1. Mod x less than or equal to mod x less than 1. ഇനി ഈ റിസൾട്ടും നമുക്ക് ഒന്നാമത്തെ ഉപയോഗിച്ച് തന്നെ തെളിയിക്കാം. അപ്പൊ 2 tan inverse x എന്ന് പറയുമ്പോൾ 2 ടേം സെയിം ആണ്. അപ്പൊ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? വൈക്ക് പകരം എക്സ് കൊടുത്താൽ മതി. സോ വി വിൽ ഗെറ്റ് ദിസ് റിസൾട്ട്. ഈ മൂന്നും ഒരു സെറ്റ് ആയിട്ട് വരുന്ന പ്രോപ്പർട്ടീസ് ആണ്. അതില് ഈ പ്രോപ്പർട്ടിയാണ് പ്രോബ്ലംസ് ബേസ് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട്. അതിലെ ഈ കണ്ടീഷൻ പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കണം. ഇതേപോലെ വേറൊരു സെറ്റാണ് 2 tan inverse x is equal to sin inverse 2x by 1 plus x square. അത് mod x less than or equal to 1 ആവുന്ന കേസിൽ. ഇനി ഇതേപോലെ വേറെ രണ്ട് റിസൾട്ട് ഉണ്ട്. അതിലൊന്ന് നേരത്തെ അതേ റിസൾട്ട് ആണ് 2 tan inverse x equal to tan inverse 2x by 1 minus x square. സെയിം റിസൾട്ട് ആണ്. അപ്പൊ അതിവിടെ എഴുതുന്നില്ല. അടുത്ത റിസൾട്ട് 2 tan inverse x equal to cos inverse 1 minus x square by 1 plus x square if x greater than or equal to 0. ഇനി എങ്ങനെയാണ് ഈ രണ്ട് റിസൾട്ട് തെളിയിക്കാൻ നോക്കാം. ഇതിൽ ആദ്യത്തെ നമുക്ക് തെളിയിക്കാം. അതേപോലെ രണ്ടാമത്തെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഈ tan inverse x എന്നുള്ളതിന് ഒരു ലെറ്റർ ടേക്ക് y equal to tan inverse x. ഇതിൽ നിന്ന് ഇൻവേഴ്സ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും tan y equal to x. ഇനി ഈ ഒരു
എക്സിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ RHSൽ നിന്ന് തുടങ്ങാം. അത് ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തോട്ട് തുടങ്ങാം. സോ RHS can be written as sin inverse of 2 into xന് പകരം tan y by 1 plus x square അതിന് പകരം tan square y 9. ഇനി നമുക്കറിയാം ഈ പാറ്റേണിന്റെ ഒരു ഫോർമുല നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. 2 tan theta by 1 plus tan square theta. It is the expression for sin 2 theta. Theta ക്ക് പകരം ഇവിടെ y വന്നു വരും. So we can write this as sin inverse sin 2y എഴുതാം. 2 theta എന്നുള്ള പോലെ 2y. Now sin inverse of sin 2y is equal to 2y. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടിയാണ് equal to 2y. ആ 2yക്ക് 2 അവിടെ നിർത്താം. What is the expression for y? Y is equal to tan inverse x. And 2 tan inverse x ആണ് നമ്മുടെ LHS. So we have reached at the LHS. For RHS equal to LHS തെളിയിച്ചു. Therefore ഒന്നാമത്തെ റിസൾട്ട് തെളിയിച്ചു. ഇനി ഇതേപോലെ തന്നെ രണ്ടാമത്തെ റിസൾട്ട് തെളിയിക്കാം. ഇതേ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ കൊടുക്കുക. അപ്പൊ ഈ സൈഡ് RHS എന്താവും നോക്കുക. Cos inverse of 1 minus tan square y by 1 plus tan square y. 1 minus tan square theta by 1 plus tan square theta. കഴിഞ്ഞ പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് cos 2 theta എക്സ്പ്രഷൻ ആണ്. ഇവിടെ തീറ്റ അല്ല, പകരം y ആണ്. സോ cos 2y നാം. അപ്പൊ RHS എങ്ങനെ വരും? cos inverse of cos 2y and that is equal to 2y equal to 2 into y യുടെ എക്സ്പ്രഷൻ എന്താണ്? tan inverse x. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ആ പ്രോപ്പർട്ടീസ് തെളിയിക്കാം. അപ്പൊ ഇത്രയുമാണ് ആ ചാപ്റ്ററിൽ വരുന്ന പ്രോപ്പർട്ടീസ്.